കണ്ടായിട്ട് വ്ളോഗ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിളക്കൊക്കെ തേച്ചൊരച്ച് കഴുകാനായിട്ട് ഇച്ചിരി പണിയാണല്ലേ. എങ്കിലും ഇനി വിഷമിക്കേ വേണ്ട, നമുക്ക് തേക്കേ ഒരക്കേ ഒന്നും വേണ്ട. ഇങ്ങനൊന്ന് ഈ ഒരു വെള്ളത്തിലിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പുതുപുത്തനാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കരിയൊക്കെ പിടിച്ചൊരു വിളക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളക്കിൻ്റെ നാരായമൊക്കെ ഊരാൻ പറ്റുമല്ലോ, തട്ടും കാര്യങ്ങളൊക്കെ ഊരാൻ പറ്റുന്ന എങ്ങനെയൊക്കെ ഊരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പാർട്സ് ആക്കി എടുക്കുക. കാരണം നമുക്കൊരു പാത്രത്തിലിട്ട് തിളപ്പിക്കാനായിട്ട് എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പക്കാരല്ലേ, അതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏതാണോ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡിഷ് വാഷിനേക്കാളൊക്കെ നല്ലത് സോപ്പും പൊടി തന്നെയാണ്. അപ്പോൾ മാക്സിമം സോപ്പും പൊടി തന്നെ എടുക്കാൻ നോക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നാരങ്ങ. അപ്പോൾ അതിനൊന്ന് പകുതിയാക്കി മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പാർട്സ് ആക്കി വെച്ചേക്കുന്ന നമ്മുടെ നിലവിളക്കും പിന്നെ അതിൻ്റെ തട്ടും പിന്നെ കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടി എന്തൊക്കെ നമുക്ക് കഴുകിയെടുക്കാനുണ്ടോ അതൊക്കെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ സംഭവം മുങ്ങിയിട്ടില്ല അല്ലേ, നമുക്ക് ഇത് വെള്ളത്തിൽ നല്ലപോലെ മുങ്ങിക്കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, മുങ്ങുന്ന രീതിയിൽ അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ലെവൽ ചെയ്ത് വെള്ളം ഒഴിച്ച് മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, നേരെ നമുക്ക് അടുപ്പത്തോട്ട് കയറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. അത് കൂടുതൽ നേരെ ഇട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. അതായത് അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ എന്തായാലും ആഴ്ചയിൽ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ വിളക്ക് കഴുകുന്നതാണ്. അപ്പോൾ തേച്ചൊരച്ച് ബുദ്ധിമുട്ടാണ്ട് രീതിയിൽ എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ പറയുന്ന ഒരു കുഞ്ഞു ടിപ്പാണിത്. അപ്പോൾ 5 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം ചൂടാറിയിട്ടുണ്ടെങ്കിലും ഈ മെറ്റലായതുകൊണ്ട് തന്നെ അതിനൊരു ചൂടുണ്ടാവും. വെള്ളത്തിന് അധികം ചൂടില്ലെങ്കിലും ഇതിനൊരു ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്കിതിനെ എങ്ങനെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല, പക്ഷെ അതിൻ്റെ എണ്ണമയവും അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ പക്ഷേ നമുക്ക് ആ വിളക്കിൻ്റെ കളർ വന്നിട്ടില്ല. വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാ, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പം അതിനകത്ത് ആ സോപ്പും പൊടിയുടെയും ബേക്കിംഗ് സോഡയുടെയും ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കളയാൻ വേണ്ടി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ വെച്ച് ഒന്ന് പതുക്കൊന്ന് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. ഒന്ന് റബ്ബ് ചെയ്യാന്നറിയില്ലേ, വെറുതെ ഒന്ന് ഇതാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അതിനകത്ത് നമ്മൾ നാരങ്ങ ഇട്ടിട്ടുണ്ടല്ലോ, ആ നാരങ്ങ എടുത്തിട്ട് നമ്മുടെ ആ വിളക്കുമ്പോൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്കിതാ അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ, പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കണ്ടോ നല്ലപോലെ കളർ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആ തട്ടിനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നമ്മൾ വിളക്ക് വെക്കുന്ന തട്ടില്ലേ അതുമൊക്കെ. അപ്പോൾ ഈ തട്ടിനൊക്കെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ അഴുക്ക് ഭയങ്കര പാടാണല്ലോ നമുക്ക് തേച്ചൊരിച്ച് കഴുകാനായിട്ട്. പക്ഷേ നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ വളരെ സുഖമാണ്, നല്ല കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളും. നമ്മൾ ജസ്റ്റ് ഈ ഒന്ന് നാരങ്ങ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല കളറും കാര്യങ്ങളും വെക്കുകയാണ്. അപ്പോൾ എളുപ്പമാണല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇട്ട് സ്ക്രബ്ബർ ഇട്ട് ഉരച്ച് അല്ലെങ്കിൽ ചകിരി ആയാലും സ്ക്രബ്ബർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം പാടൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വിളക്ക് കാണാനുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ പോകും. അല്ലെങ്കിൽ ചകിരി തന്നെ ആയാലും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഉരച്ച് പാടുപെടും, നമ്മുടെ കൈയുടെ ഉരൊക്കെ പോകുമല്ലേ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലപോലെ അതിൻ്റെ അടിഭാഗവും ഒക്കെ ആ ഒരു ഇതിട്ടങ്ങ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ വിളക്കിന് നല്ല നിറവും വെക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും എളുപ്പത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അധികം ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ട് കൈ വെച്ച് തന്നെ ആയാസം ഒന്നും എടുക്കാതെ തന്നെ ഒന്ന് ഉരച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് കഴുകി അങ്ങ് എടുക്കാം. അപ്പോൾ കഴുകി എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, അപ്പം തന്നെ തുടച്ച് അതിൻ്റെ വെള്ളം കളയണം കേട്ടോ. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പാടുകളൊക്കെ വരും, അത് നമുക്കറിയാമല്ലോ. നിലവിളക്ക് കഴുകി കഴിയുമ്പോൾ അപ്പം തന്നെ ഒരു നല്ല ഉണങ്ങിയ തുണി വെച്ച് നല്ലപോലെ തുടച്ച് അടിപൊളിയാക്കി അങ്ങ് നമുക്ക് എടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ടിപ്പുകൾ ഇതേമാതിരി നമുക്ക് വിളക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. തക്കാളി വെച്ചിട്ട് ക്ലീൻ ചെയ്യാം, അതേപോലെ തന്നെ തൈര് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഇരുമ്പമ്പുളിയും ഇഷ്ടികയും കൂടി പൊടിച്ചിട്ട് നമ്മളൊരു പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഞാൻ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിളക്ക് നല്ല കിട്ടില്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.